നമ്മുടെ പ്രദേശത്ത് രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് 2015 രൂപീകൃതമായിട്ടുള്ള ജനപ്രിയ റെസിഡൻസ് അസോസിയേഷൻ ഈ നാട്ടിലെ സാമൂഹിക വികസന ആരോഗ്യ രംഗങ്ങളിൽ വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ നാട്ടിലെ കലാകായിക രംഗത്ത് വളർന്നു വരുന്ന യുവ തലമുറയെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ അകമഴിഞ്ഞ് സഹായിക്കുക തുടങ്ങിയിട്ടുള്ള ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത്. 2015 ഈ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ 100ഓളം മെമ്പർമാരായിരുന്നു നമ്മൾക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 200 ചില്ലാനും വീടുകളുടെ അംഗബലത്തോടു കൂടി വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഈ നാട്ടിൽ നിരന്തരം വർദ്ധിച്ചു വരുന്ന അസുഖങ്ങളൊക്കെ തന്നെ കാരണം ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ തന്നെ സഹായമായിക്കൊണ്ട് 2021 ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള കാരുണ്യ എന്ന പദ്ധതി ചാരിറ്റി പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ കടക്കുകയും ആ രീതിയിൽ ചാരിറ്റി പ്രവർത്തനം വളരെ സജീവമായിക്കൊണ്ട് കൊണ്ടുപോകുവാനും അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ സഹായ സഹകരണത്തോടു കൂടി ക്യാൻസർ, കിഡ്നിയൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളെ ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ തന്നെ നൽകുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീൽ ചെയർ രോഗികൾക്ക് അത്യാവശ്യമായിട്ടുള്ള വാക്കർ തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങളും നമ്മളിവിടെ ഈ കാരുണ്യയിലൂടെ നൽകുന്നുണ്ട്. ഏതായാലും ഈ പരിപാടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കാതെ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് നൂറുദ്ദീൻ ചെറുവറ്റ. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത അലങ്കരിക്കുന്നത് ജനപ്രിയയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ രജീഷ് കുമാർ മൂതൽ. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്കകത്ത് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള 11ാം വാർഡ് മെമ്പർ ശ്രീ എ മോനേട്ടൻ, ശ്രീ എം സന്തോഷ്, ശ്രീ റഷീദ് പോലൂർ, ശ്രീ പ്രേമാനന്ദൻ കാരാട്ട്, ശ്രീ ശ്യാം ഞണ്ടാടി, ശ്രീമതി റെജീന സ്വന്തം. ഇവരെ എല്ലാവരെയും ഈ വേദിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് നന്ദി പറഞ്ഞ് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ ജനപ്രിയ റെസിഡൻസ് അസോസിയേഷന്റെ ട്രഷറർ കൂടിയായിട്ടുള്ള ശ്രീ ഗിരീഷ് വളപ്പിലാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾ നൽകി വരുന്ന ഈ സഹകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശ്രീ രജീഷ് മൂതലോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ. കൂടാതെ നമ്മുടെ ഈ പരിപാടിക്കകത്ത് നമ്മൾ ആദരിക്കുന്നത് വ്യക്തികളാണ്. ഈ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയത് മുതൽ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ മുതിർന്ന അംഗവും റെസിഡൻസ് അസോസിയേഷന്റെ സ്ഥാപക മെമ്പറുമായിട്ടുള്ള ശ്രീ അരീക്കര മൂല്യങ്കോട്ട, അദ്ദേഹത്തെ നമ്മൾ ഈ വേദിയിൽ ആദരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കവിയത്രിയായിട്ടുള്ള നമ്മുടെ നാട്ടിലെ പ്രിയങ്കരിയായിട്ടുള്ള സരസ്വതി ബിജു, അവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. വിവിധ മേഖലയിലെ നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡിന് രാജ്യ പുരസ്കാരം നേടിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി പയമ്പ്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായിട്ടുള്ള നന്ദ ലക്ഷ്മി വിചിത്രകുമാർ, തേജ ബിജു,
പാർവതി ഹരീഷ്, ആദിത്യ വിനോദ് ഇവരെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. നാഷണൽ വോളിബോളിൽ ഫെഡറേഷൻ കപ്പിലും ബെസ്റ്റ് സെറ്ററായിട്ടുള്ള നമ്മുടെ ട്രഷറുടെ മകൾ കൂടിയായിട്ടുള്ള ശ്രീമതി നന്ദന ഗിരീഷിനെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. 2025 കേരള വുമൻസ് ഫുട്ബോൾ സൂപ്പർ ലീഗിലെ ബെസ്റ്റ് പ്ലെയർ അനന്യ വിനോദ്, 37ാമത് സബ് ജൂനിയർ നാഷണൽ ടെന്നീസ് ഗോൾഡ് ചാമ്പ്യൻഷിപ്പ് ആയിട്ടുള്ള കൃഷ്ണദേവ് EM ഷാജിയുടെ മകനാണ്. 42ാമത് നാഷണൽ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിലെ 2026 ചാമ്പ്യൻ വൈഷ്ണവി EM ഇവരെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദനം. ഈ അധ്യക്ഷത വഹിക്കുന്നതിനു വേണ്ടി ശ്രീ രജീഷ് കുമാർ മൗദലിനെ ക്ഷണിക്കുന്നു. പ്രസിഡന്റ് ഓഫ് ജനപ്രിയ റെസിഡന്റ് അസോസിയേഷൻ. ഏറെ പ്രിയപ്പെട്ട ജനപ്രിയ റെസിഡൻസ് അസോസിയേഷന്റെ കുടുംബാംഗങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ഏകദേശം 2015 രൂപീകരിച്ച ഈ റെസിഡൻസ് അസോസിയേഷൻ ഈ 10 വർഷക്കാലത്തോളം നമ്മുടെ ഈ പ്രദേശത്തെ ആരോഗ്യ, വിദ്യാഭ്യാസ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം തന്നെ സ്വാഗതാർഹമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഈ അസോസിയേഷനെ കരുത്തു നൽകിയത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ സഹകരണവും സഹായവും ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ 10 വർഷം പൂർത്തിയായ അസോസിയേഷന്റെ ഈ കലാവിരുന്ന് സ്മൃതി സന്ധ്യ എന്ന പേരിലാണ് നമ്മൾ ഈ പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് നമ്മുടെ ആദരണീയനായ ഗുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് നൂറുദ്ദീൻ, അതേപോലെ തന്നെ വാർഡ് മെമ്പർമാരായ ശ്രീ അരീക്കര മോനേട്ടൻ, ശ്രീ സന്തോഷ് മുതുവന, ശ്രീ റഷീദ് പോലൂർ, നമ്മുടെ മുൻ അംഗവും അതേപോലെ തന്നെ മുതിർന്ന രക്ഷാധികാരിയുമായ ശ്രീ അരീക്കര മൊയ്തീൻ കോയക്ക, റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീ അഷ്റഫ് MP, ട്രഷറർ ശ്രീ V ഗിരീഷ്, വൈസ് പ്രസിഡന്റ് ശ്രീ റജീന PS, ജോയിന്റ് സെക്രട്ടറി ശ്രീ ശ്യാം കണ്ടാടി തുടങ്ങി വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, ഈ നമ്മൾ ആദരിക്കുന്ന വിദ്യാർത്ഥി, അതേപോലെ സ്കൗട്ട് ആളുകളെ എല്ലാവരെയും ഞാൻ ഈ ഇതിലേക്ക് സ്വാഗതിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് നൂറുദ്ദീനെ ക്ഷണിച്ചുകൊണ്ട് സ്മൃതി സന്ധ്യ 2026 സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീ അഡ്വക്കേറ്റ് നൂറുദ്ദീൻ ചെറുവറ്റയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത്. ഏറെ സ്നേഹം നിറഞ്ഞ സ്മൃതി സന്ധ്യ 2026 ജനപ്രിയ റെസിഡൻസ് അസോസിയേഷൻ്റെ ദശവാർഷിക നിറവിൽ നിൽക്കുന്ന സാഹചര്യത്തിലേറെ പ്രിയങ്കരനായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ രജീഷ് കുമാർ അവർകൾ, ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ ഏറെ പ്രിയങ്കരനായിട്ടുള്ള MP അഷ്റഫ് അവർകൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, എൻ്റെ പ്രിയ സഹപ്രവർത്തകർ അരീക്കര മോഹനൻ അവർകൾ, സന്തോഷ് കുമാർ അവർകൾ, റഷീദ് പോലൂർ അവർകൾ, ഇന്ന് ഇവിടെ സ്നേഹാദരം ഏറ്റുവാങ്ങുകയും അതോടൊപ്പം ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ തുടക്കം മുതൽ ഇക്കാലം അത്രയും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നെടുനായകത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മൊയ്തീൻ കോയ അവർകൾ, ഏറെ പ്രിയങ്കരായിട്ടുള്ള കാരാട്ട് പ്രേമാനന്ദൻ അവർകൾ, പ്രിയപ്പെട്ട ഞണ്ടാളി ശ്യാം അവർകൾ, ശ്രീമതി റജീന അവർകൾ, പ്രിയപ്പെട്ട വളപ്പിൽ ശ്രീധരൻ ഗിരീഷ് അവർകൾ, അതേപോലെ ഇന്ന് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഈ കുടുംബത്തിൽ നിന്നും വിവിധ മേഖലകളിൽ
ഉന്നത വിജയം കരസ്ഥമാക്കുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വിജയങ്ങളൊക്കെ കരസ്ഥമാക്കുകയും ചെയ്ത ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ അതിമനോഹരമായി ഇവിടെ ആങ്കറിംഗ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അസീസ് അവർകൾ, നമ്മളൊക്കെ വളരെ സൗകര്യപൂർവ്വം നമ്മളെ കൈയും നമ്മളെ കാലും ഒക്കെ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ഇവിടെ ചലിപ്പിക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അവിടെ ഇങ്ങനെ വെയിറ്റ് തൂങ്ങി അല്ലെങ്കിൽ ഇത്രയും ഈ പരിപാടിയെ താങ്ങി നിർത്തുന്ന പ്രിയപ്പെട്ട ബാബുരാജ് അവർകൾ ഉൾപ്പെടെ ഏറെ പ്രിയങ്കരായിട്ടുള്ള കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഇവിടെ വലിയ ഒരു സന്തോഷത്തിൻ്റെ നിറവിലാണ് നമ്മളെല്ലാവരും. കാരണം ഒരു റെസിഡൻസ് അസോസിയേഷൻ അതിൻ്റെ തുടക്കത്തിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അതിൻ്റെ ഒരു ആരംഭ ശൂരത്വമൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ പിന്നിട്ട് അതിൻ്റെ ശൈശവ ദശയൊക്കെ കഴിഞ്ഞ് 10 വർഷങ്ങൾക്കിപ്പുറവും വളരെ മനോഹരമായി നിങ്ങൾ ഈ പരിപാടി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ ഒരു അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. കേവലം നിങ്ങളുടെ കയ്യടികൾക്കപ്പുറത്തേക്ക് നമുക്കറിയാം പുതിയ കാലം അല്ലെങ്കിൽ പുതിയ സാഹചര്യം എന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കരമായിട്ടുള്ള തിരക്കിൻ്റെ ആളുകളാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ തിരക്കിൽ നിന്ന് അടുത്ത തിരക്കിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവധിക്കാലമാണ്. നമ്മുടെ കുട്ടികളെയും കൂട്ടി കുടുംബാംഗങ്ങളൊക്കെ ട്രിപ്പ് പോകേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇത് നമ്മുടെ റെസിഡൻസ് ആണ്, ഇത് നമ്മുടെ കുടുംബമാണ് എന്നുള്ള ആ ഒരു താല്പര്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത് അതിൻ്റെ ഈ ഒരു കൂട്ടായ്മയെ അത്രയും ഗൗരവമായി നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണ് ഇത്ര മനോഹരമായി ഇവിടെ ഇങ്ങനെ എല്ലാവരും ഒത്തുചേർന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമുക്കറിയാം പുതിയ സാഹചര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഒക്കെ തന്നെ വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ പരസ്പരം ഭിന്നിക്കുവാനും പരസ്പരം പോരടിക്കുവാനും പരസ്പരം പഴിചാരുവാനും മാത്രം ആഗ്രഹിക്കുന്ന ആളുകളുള്ള ഒരു കാലം. ഒന്ന് സോഷ്യൽ മീഡിയ വാളുകളൊക്കെ പരിശോധിച്ചാൽ അത് ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റഗ്രാം ആവട്ടെ, എവിടെയും പരസ്പരമുള്ള വിദ്വേഷത്തിൻ്റെയും പരസ്പരമുള്ള കുറ്റപ്പെടുത്തലിൻ്റെയും എപ്പോഴും ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നത് മാത്രം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഓരോരുത്തരും ഏത് ജാതിയിലായാലും ഏത് മതത്തിലായാലും ഏത് രാഷ്ട്രീയത്തിലായാലും അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതത് സമയങ്ങളിൽ ചിലപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാവേണ്ടി വരും. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുദീർഘമായിട്ടൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾ ഒരുപാട് പരിപാടികൾ പ്രിപ്പയർ ചെയ്ത മക്കൾ ഇവിടെ മുന്നിലിരിക്കുന്നുണ്ട്. കുറച്ച് പരിപാടികൾ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ നിന്നുള്ള ആളുകൾ തന്നെ നിങ്ങൾ